ഹലോ, പത്രമാറ്റിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ജലജ നവ്യയുടെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. ചന്തുമോളെ പറ്റിയൊക്കെ രണ്ടുപേരും സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് ജലജ പറയുന്നുണ്ട്, എൻ്റെ നവ്യ എന്തൊക്കെയായിരുന്നു ആദർശിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത്. അവൻ വലിയ സംഭവമാണ്, എല്ലാവർക്കും മാതൃകയാണ്, സ്നേഹത്തിൻ്റെ സാഗരമാണ്. ഇപ്പോഴാ സാഗരത്തിൽ എല്ലാവരെയും മുക്കി കൊന്നുകൊണ്ടിരിക്കുകയാ. എന്നിട്ടും അവനെ ന്യായീകരിക്കാൻ കുറേ ആൾക്കാർ. അന്നേരം നവ്യ പറയുന്നുണ്ട്, ഈ സംഭവം സത്യമാണെങ്കിൽ അയാളേക്കാൾ കൊള്ളരുതാത്തവൻ വേറെ ഇല്ല. അത് കേട്ട് ജലജ പറയുന്നുണ്ട്, അത് സത്യമാണ് എന്ന് അവൻ സമ്മതിച്ചല്ലോ. അവൻ്റെ കുഞ്ഞാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ മുത്തശ്ശൻ ആ കൊച്ചിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ ചന്തു എന്ന് പറയുന്ന ആ കുട്ടി ആ വീട്ടിലെ കൊച്ചുമോളാ. നിന്റെ കുഞ്ഞിന് മുന്നേ അവിടെ കയറി കൂടിയ കൊച്ചുമോള്. ആ ഒരു ഓർമ്മ വേണം. ഇപ്പോഴേ നിന്റെ കുഞ്ഞിനേക്കാളും അവിടെ എല്ലാവരും സ്നേഹിക്കുന്നത് ആ കൊച്ചിനെ ആയിരിക്കും. അത് കേട്ട് ഒന്ന് ഞെട്ടുന്നുണ്ട് നവ്യ. ജലജ പിന്നെയും പറയുന്നുണ്ട്, എൻ്റെ നവ്യ എത്രയും പെട്ടെന്ന് ആ കുഞ്ഞിനെ അനന്തപുരി തറവാട്ടിൽ നിന്ന് അടിച്ചിറക്കിയാൽ നിനക്കും നിന്റെ കുഞ്ഞിനും കൊള്ളാം. പിന്നെ അതിന് സാധിക്കത്തൊന്നുമില്ല, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. പിന്നെ കാണിക്കുന്നത് അനാമികയാണ്. അങ്ങോട്ടേക്ക് ആദർശ് വന്നിട്ട് അനാമികയെ ഇങ്ങനെ നന്നായിട്ടൊന്ന് ഉപദേശിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഏതായാലും അനാമികക്ക് ആദർശൻ്റെ ഉപദേശമൊന്നും അത്രയ്ക്കങ്ങ് രസിക്കുന്നില്ല. എന്നിട്ട് പറയുന്നുണ്ട്, എന്നെ ഉപദേശിക്കാൻ എന്ത് അർഹതയാണ് നിങ്ങൾക്കുള്ളത്? കല്യാണത്തിന് മുമ്പ് ഒരു കുഞ്ഞിനെ ജനിപ്പിച്ച ആള് എന്നെ ഉപദേശിക്കാൻ വരണ്ട. എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇവിടെ എല്ലാവരും കണക്കാ, ഏട്ടനും കണക്കാ, അനിയന്മാരും കണക്കാ. എന്നിട്ട് അനാമിക നേരെ നയനെ കാണാൻ പോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഭർത്താവിനോട് പറയണം എന്നെ ഉപദേശിക്കാൻ വരരുതെന്ന്. ആദ്യം നിങ്ങളുടെ ഭർത്താവിനോട് നന്നാകാൻ പറയണം. അതിന് എന്തു പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് നയന. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അയാൾ വന്നിട്ട് എൻ്റെ സ്വഭാവം നന്നാക്കാൻ ശ്രമിക്കുകയാണ്. കല്യാണത്തിന് മുൻപ് ഒരു കൊച്ചിനെ ഉണ്ടാക്കിയവനാണ് എന്നെ നന്നാക്കാൻ ഉപദേശിക്കുന്നത്. അപ്പോൾ നയന പറയുന്നുണ്ട്, അനിയും നീയും നല്ല രീതിയിലല്ല ജീവിക്കുന്നത്, അതുകൊണ്ടാണ് ആദർശേട്ടൻ ഉപദേശിക്കാൻ വന്നത്. അത് കേട്ടപ്പോൾ അനാമിക പറയുന്നുണ്ട്, അങ്ങനെ ഉപദേശിക്കാൻ വരണ്ട എന്നാ പറഞ്ഞത്. സമ്പത്ത് മാത്രം മുന്നിൽ കണ്ട് ജീവിക്കുന്നവരാണ് നീയും നിന്റെ ചേച്ചിയും ഒക്കെ. അതുകൊണ്ടാണ് ഒരുത്തിയെ കൂടി ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടാൻ എല്ലാവരും ശ്രമിക്കുന്നത്. അപ്പോൾ നയന പറയുന്നുണ്ട്, ആദർശേട്ടൻ നിന്നെ ഉപദേശിച്ചത് നല്ല മനസ്സോടെയാ. അതിന് നീ എൻ്റെ അനിയത്തിയുടെ പേര് എടുത്തിടണ്ട. അനിയുടെ റോൾ മോഡലാണ് ആദർശേട്ടൻ. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെയാണ് അവൻ ഇങ്ങനെ ആയത് എന്ന് പറയുമ്പോൾ, എങ്ങനെയായി എന്നാ നീ പറയുന്നത്? കണ്ണിൽ കണ്ടവരെയൊക്കെ പാർക്കിലൊക്കെ വിളിച്ച് കൊഞ്ചിക്കുഴയുന്നത് നീയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് നയന. അത് കേട്ട് അനാമിക, അങ്ങനെ കൊഞ്ചിക്കുഴയുന്നുണ്ടെങ്കിലും എനിക്ക് അബദ്ധമൊന്നും പറ്റിയിട്ടില്ല. എന്നാൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ കാര്യം അതല്ല. കല്യാണത്തിന് മുൻപ് തന്നെ അന്യ പെൺകുട്ടിയിൽ അയാൾക്കൊരു കുഞ്ഞുണ്ടായി. നിങ്ങളെപ്പോലൊരു പെൺകുട്ടിയെ അത് ക്ഷമിക്കൂ. കാരണം അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് തല്ലിപ്പിരിഞ്ഞ് സ്വന്തം വീട്ടിൽ പോയി നിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ ആദർശ് എടുത്തു തന്ന വീട്ടിലാണ് നിങ്ങളുടെ അച്ഛനും അമ്മയും താമസിക്കുന്നത്. ഇവിടുന്ന് നിങ്ങൾ പിണങ്ങിപ്പോയാൽ ആദർശം പറയുന്ന ആദർശേട്ടൻ നിങ്ങളെയൊക്കെ അവിടുന്ന് പുറത്തിറക്കിയെന്ന് വരും. അതൊക്കെ അറിയാവുന്നത് കൊണ്ടാണ് നിങ്ങൾ അയാളുടെ കുഞ്ഞിനെ സഹിക്കുന്നത്. അത് കേട്ടപ്പോൾ നയന ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഞാൻ ചന്തുമോളെ സഹിക്കുകയല്ലടി, സ്നേഹിക്കുകയാ. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, സ്നേഹിച്ചോ, ഇഷ്ടംപോലെ സ്നേഹിച്ചോ. പക്ഷെ എന്നെ ഉപദേശിക്കാനുള്ള ഗുണങ്ങളൊന്നും നിങ്ങൾക്കുമില്ല, നിങ്ങളുടെ ഭർത്താവിനുമില്ല. മൂർത്തി മുത്തശ്ശൻ വലിയ പാരമ്പര്യമുള്ള ആളായിരിക്കും. പക്ഷേ കിരീടവും ചെങ്കോലും ഏൽപ്പിച്ചത് ഉള്ളിൽ ചതിയും പുറമേ മാന്യതയും നടിക്കുന്ന ആളെയാ. സാരമില്ല, കമ്പനിയെ മുകളിലേക്ക് നയിക്കുന്ന ആൾ തന്നെ അതിൻ്റെ തകർച്ചയ്ക്കും കാരണമാകും എന്നും പറഞ്ഞ് അനാമിക പോകുന്നുണ്ട്. എന്ത് പറയണമെന്നറിയാതെ നിൽക്കുന്നുണ്ട് നയന. പിന്നെ കാണിക്കുന്നത് ജലജ നവ്യക്ക് വേണ്ടി എന്തൊക്കെയോ ഭക്ഷണങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അത് കാണുന്ന കനക ചോദിക്കുന്നുണ്ട്, എന്താ പരിപാടിയായി? അപ്പോൾ ജലജ പറയുന്നുണ്ട്, ഞാൻ ഉണ്ടാക്കുന്ന ആഹാരമൊക്കെ എൻ്റെ മരുമകൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ കനക പറയുന്നുണ്ട്, അതൊക്കെ ശരിയാ, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വന്ന് എൻ്റെ മോളുടെ മനസ്സിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കരുത്. അപ്പോൾ ജലജ ചോദിക്കുന്നുണ്ട്, ഞാൻ അത്ര കുഴപ്പക്കാരിയാണോ? പിന്നെ ജലജയ്ക്ക് ചന്തുമോളെ പറ്റി കനകയോട് പറയണമെന്നുണ്ട്. പറയരുത് എന്ന് വിലക്കുള്ളത് കൊണ്ട് പറയാനും കഴിയുന്നില്ല. എങ്കിലും അങ്ങും ഇങ്ങും തൊടാത്ത രീതിയിലൊക്കെ ചിലതൊക്കെ പറയുന്നുമുണ്ട്. പിന്നെ കാണിക്കുന്നത് ആദർശിനെയും നയനയെയുമാണ്. നയന പറയുന്നുണ്ട്, ആദർശേട്ടാ, അബിയുടെ അമ്മ നവ്യയെ കാണാൻ നന്ദാവനത്തിലേക്ക് പോയിട്ടുണ്ട്. ഇനി അവിടെ ചെന്ന് ചന്തുമോളെ പറ്റി പറയുമോ എന്നറിയില്ല. അന്നേരം ആദർശ് പറയുന്നുണ്ട്, പറയുന്നെങ്കിൽ പറയട്ടെ. നീ എങ്ങനെ എടുക്കുമെന്ന പേടിയായിരുന്നു എനിക്ക്. നീ എന്നെ മനസ്സിലാക്കിയല്ലോ. അമ്മ പക്ഷേ അനുകൂലമായ നിലപാടെടുത്തില്ല. എത്രയും പെട്ടെന്ന് തന്നെ അമ്മയോ എന്നെ ഒന്ന് മനസ്സിലാക്കിയാൽ മതിയായിരുന്നു. നീ എനിക്കൊപ്പം ഉറച്ചു നിന്നത് അത് എനിക്ക് തന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല.
ഇനിയിപ്പോൾ ആരെന്ത് കള്ളക്കഥകൾ ഉണ്ടാക്കി പറഞ്ഞാലും അതൊന്നും എനിക്കൊരു പ്രശ്നവുമല്ല. പിന്നെ നയന പറയുന്നുണ്ട്, ഒരു തെറ്റും ചെയ്യാതെ എൻ്റെ ആദർശേട്ടനെ കുറ്റപ്പെടുത്തുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, DNA ടെസ്റ്റ് റിസൾട്ട് വന്നിട്ടില്ലല്ലോ, വരട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് എന്ത് വേണമെന്ന് തീരുമാനിക്കാം. അപ്പോൾ നയന പറയുന്നുണ്ട്, റിസൾട്ട് എന്ത് തന്നെയും ആയിക്കൊള്ളട്ടെ, ചന്തുമോളെ ഇനി വിട്ട് കളയാനൊന്നും പറ്റില്ല. അപ്പോൾ ആദർശം പറയുന്നുണ്ട്, മോളോടുള്ള എൻ്റെ ദേഷ്യവും കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷേ അനന്തപുരിയിലെ ആരുടെ ചോരയാണ് കൊച്ച് എന്ന് അറിയുക തന്നെ വേണം. അതെ ആദർശട്ടാ, അത് വേണം, എനിക്കും അതറിയാൻ ആഗ്രഹമുണ്ട്. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, നമ്മൾ വിചാരിക്കുന്നത് പോലെ പ്രതി അഭിയാണെങ്കിൽ അനന്തപുരി തറവാടിൻ്റെ ശാപമാണ് അപ്പച്ചിയുടെ മകൻ. പല കളികളും അവൻ കളിച്ചിട്ടുണ്ട്, പക്ഷേ ഇത് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. പിന്നെ കാണിക്കുന്നത് ജയനെയും ദേവയാനിയെയുമാണ്. ജയൻ ദേവയാനിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആദർശ് അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആദർശിനെ ഈ തറവാട്ടിലേക്ക് മുത്തശ്ശൻ കയറ്റില്ല. അതുമാത്രമല്ല, നമ്മളുടെയൊക്കെ മുഖം മറന്നുകൊണ്ട് ആദർശ് ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു തെറ്റ് ചെയ്യില്ല. പക്ഷേ എന്തൊക്കെ പറഞ്ഞിട്ടും ദേവയാനി വാശിയിൽ തന്നെയാണ്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്കിപ്പോൾ ആദർശിനോട് ഒരു സ്നേഹവുമില്ല. അപ്പോൾ അജയൻ പറയുന്നുണ്ട്, കുഞ്ഞിൻ്റെ കാര്യമാണ് കഷ്ടം. പിന്നെ ജയനും പറയുന്നുണ്ട്, ഇതൊക്കെ മനസ്സിൽ വെച്ച് നീ ആ കുഞ്ഞിനോട് ദേഷ്യപ്പെടാനൊന്നും പോകല്ലേ ദേവയാനി. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, എനിക്ക് ആ കൊച്ചിനോട് വലിയ സ്നേഹമായിരുന്നില്ലേ, പക്ഷേ ഇതൊക്കെ അറിഞ്ഞതിൻ്റെ ശേഷം എനിക്ക് അവളെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഇതൊക്കെ നമ്മുടെ ചന്തുമോൾ സ്റ്റെയർകേസിൻ്റെ അടുത്ത് നിന്നിട്ട് കേൾക്കുന്നുണ്ട്. മോൾക്ക് നല്ല സങ്കടമുണ്ട്. കുറച്ച് ദിവസം നല്ല സ്നേഹം ദേവയാനിയുടെ അടുത്ത് നിന്ന് കിട്ടിയിട്ട് പെട്ടെന്ന് അത് ഇല്ലാതാകുമ്പോൾ ആർക്കായാലും സങ്കടമാകില്ലേ? ആ സങ്കടം ചന്തുമോൾക്കുമുണ്ട്. ഇത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൻ്റെ കഥ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക് ഒക്കെ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.